ഹലോ നമസ്കാരം. ഞാൻ കർണൻ മൂവിയുടെ വൻ സക്സസിന് ശേഷം ഞാൻ കർണൻ മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഇവിടെ ഒരുങ്ങുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സിനിമയുടെ DOP ആയിട്ടുള്ള മിസ്റ്റർ ഹാരി മാർട്ടിൻ ആണ്. ഹാരിയോട് ചോദിക്കാം ഈ സിനിമയുടെ എന്തൊക്കെ അവസരങ്ങളാണ് അദ്ദേഹം പ്രയോജനപ്പെടുത്തിയത്, എന്തൊക്കെയായിരുന്നു അതിന്റെ ചലഞ്ചസ്. ഹായ് ഹാരി. ഹായ്. ചലഞ്ചസ് എന്ന് പറയാൻ നമുക്ക് കുറച്ചധികം ലൊക്കേഷൻ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അതായത് പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് കുറെ മഴയും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ക്ലൈമറ്റ് അല്ല കിട്ടിയത്. പക്ഷെ അതിന് നമ്മുടെ ടീം വളരെ നന്നായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തു. വളരെ നല്ലൊരു ഔട്ട് തന്നെ ഉണ്ടാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, ഈ കഥയെ പറ്റി പറയുവാണെങ്കിലേ, കഥ ഭയങ്കര ഒരു കുടുംബ പശ്ചാത്തലവും ഭയങ്കര ഇമോഷണൽ സംഭവങ്ങളൊക്കെ അല്ലേ. എത്രത്തോളം ആസ് എ സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ DOP നിങ്ങൾ എന്തൊക്കെ ഒരു വർക്ക് ചെയ്തിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്? ലൈക്ക് എന്താണ് ഒരു ചേഞ്ച് തോന്നുന്നത് സാധാരണ യൂഷ്വലി ഞാൻ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ടീം ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന അഡ്വർടൈസ്മെന്റ്സ് ആണ്. ഷോർട്ട് ഫിലിംസും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും അധികം ഒരു കുടുംബത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആദ്യമായിട്ടാണ് ചെയ്യണേ. അപ്പൊ അത് ചലഞ്ചസ് എന്നുള്ള രീതിയിലല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആക്ച്വലി. കാരണം വെച്ചാൽ മണ്ണ് കണ്ടപ്പോ തന്നെ ഇതിന്റെ രണ്ടാം പാട്ടിന്റെ എങ്ങനെയായിരിക്കും കഥ എന്നുള്ളതായിരുന്നു നമ്മുടെ ടീമിന്റെ തന്നെ വളരെയധികം എന്താ പറയാ ക്യൂരിയോസിറ്റി അതായിരുന്നു. അപ്പൊ അതും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ഈ വർക്കിൽ ജോയിൻ ചെയ്തത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഡയറക്ടർ മാഡം ആയിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഡയറക്ടർ മാഡമായിട്ട് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സിങ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ചേഞ്ചസ് ഒന്നും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി എന്താ വേണ്ടതെന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ വളരെ സ്മൂത്ത് ആയിട്ടാണ് എല്ലാം പോയത്. ഇവിടെ ഇന്ന് സെറ്റിൽ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഈ ഡിസ്കഷൻസ് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്? അതായത് വലിയൊരു ജാടയൊന്നും ഇല്ലാതെയാണ് മാഡവും നിങ്ങളോട് ബിഹേവ്, നിങ്ങളൊരു ഭയങ്കര ടീം വർക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആൻഡ് ഹൗ ഇറ്റ് ഹെൽപ്സ് ആക്ച്വലി? അല്ല, ഡിസ്കഷൻ ഇല്ലാണ്ടാവുമ്പോഴാണ് ശരിക്കും പ്രശ്നം വരിക. ഇതിപ്പോ വളരെ ഒരു എന്താ പറയാ കൺസ്ട്രക്റ്റീവ് ഡിസ്കഷൻ മാത്രമാണ് ഇവിടെ നടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ടിംഗ് സമയത്ത് അധികം ഡിലേ വന്നില്ല. ആ ഡിസ്കഷൻ ആദ്യം കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ എല്ലാ ഷോട്ടും എടുത്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടീമിനെ കുറിച്ചിട്ടൊന്നും പറയാം. നിങ്ങളുടെ ടീമിന്റെ പേരുണ്ടോ? ലൈക്ക് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കട്ട് ആൻഡ് കാപ്പി എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ്. അപ്പൊ ഇതില് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് കൂടുതൽ കട്ട് ആൻഡ് കാപ്പി നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ഇതിൽ ബേസിക്കലി സിനിമാറ്റോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഡയറക്ഷൻ ടീം വേറെയാണ്. അപ്പൊ ബേസിക്കലി അതാണ് നമ്മുടെ ഇപ്പൊ നിങ്ങൾക്ക് ഗാഫർ എന്ന് പറയുന്ന ഹരിത്താണ്, നമ്മുടെ അസിസ്റ്റന്റും അസോസിയേറ്റും അബിയും മാധവൻ എന്ന് പറഞ്ഞ വേറെ 2 പേരാണ്. അപ്പോ വളരെ അടിപൊളി ഒരു എല്ലാ ടീമിനെ പോലെ തന്നെ സിനിമാറ്റോഗ്രാഫി വിഭാഗം കൈകാര്യം ചെയ്യുന്നതും അടിപൊളി ഒരു ടീമാണ്. അപ്പൊ നമുക്ക് ആ ഔട്ടും അതുപോലെ തന്നെ ആയിരിക്കും. കാരണം ചിന്മയി മാമിന്റെ ഒരു സോങ്ങിന്റെ ഒരു ദിവസവും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിത്രീകരണമായിരുന്നു. എനിവേസ് നമുക്ക് കാത്തിരുന്ന് കാണാം കർണൻ 2 എങ്ങനെയായിരിക്കും എന്ന്. ഓൾ ദി വെരി ബെസ്റ്റ് ടീം, ഓൾ ദി വെരി ബെസ്റ്റ് ഹാരി. Thank you.